ഹലോ, ഇന്ന് നമ്മൾ ഫാമിലിയൊക്കെ ഒന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഏതായാലും ജഡായുപ്പാറ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയത്ത് കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് നല്ല തുറന്ന സ്ഥലമാണ്. നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നന്നായിട്ട് ടയർഡാവും. നമ്മൾ പോയ സമയത്ത് അധികം വെയിലൊന്നും ഇല്ലായിരുന്നു. ഒരു മഴക്കാറൊക്കെ മൂടിയ പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ജഡായുപ്പാറയിൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു 30 rupees പേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ആണ് കേട്ടോ. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 256 രൂപയാണ് വരുന്നത്, ടാക്സ് അടക്കം. അതുപോലെ കേബിൾ കാറിന് 263 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, അതിലും ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്ക് വാഷ്റൂമും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ കയറുന്നതിന് മുന്നേയും ഇതുപോലൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ ഫുഡ് ഐറ്റംസ് ഒന്നും അകത്തേക്ക് കടത്തിവിടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കേബിൾ കാർ കയറാൻ വേണ്ടി പോവാണ്. അകത്ത് കയറിയതിന് ശേഷം കേബിൾ കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതുപോലൊരു വെയിറ്റിംഗ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോഫി ഷോപ്പ്, ജ്യൂസ് ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമുക്ക് കയറേണ്ട കേബിൾ കാർ ഏകദേശം വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് കേബിൾ കാർ കയറേണ്ട സ്ഥലം. ഒരു കേബിൾ കാറിനകത്ത് 6 പേര് വെച്ചിട്ടായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്കും സ്ലോ ആവും. ആ ഒരു സമയത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അതിനകത്തേക്ക് കയറി ഇരിക്കാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കേബിൾ കാറിനകത്ത് കയറിയിട്ടുണ്ട്. നല്ല രസമാണ് ഇതിലിങ്ങനെ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ. നല്ല അടിപൊളി കാഴ്ചകളാണ് പുറത്തേക്ക് നോക്കുമ്പോൾ. ഇതിങ്ങനെ പൊങ്ങി വരും തോറും നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. അവിടെയായിട്ട് നമുക്കൊരു ഹെലിപാഡൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് മരങ്ങളും ഒരു കാട് പിടിച്ച പോലത്തെ ഒരു പ്രദേശമാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ജഡായുപ്പാറയിലേക്ക് നടന്ന് വരാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് കേബിൾ കാർ തന്നെയാണ്. കാരണം ആരെയും അതുവഴി നടന്നു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല നോക്കുന്ന സമയത്ത്. അങ്ങനെ ഫൈനലി നമ്മൾ ജഡായുപ്പാറേൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചറാണ് ഈ ജഡായു ശില്പം എന്ന് പറയുന്നത്. രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അത് തടുക്കാനായിട്ട് പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ജഡായു ചെന്നെന്നും രാവണൻ അതിൻ്റെ ഒരു ചിറക് മുറിച്ച് കളയുകയും ചെയ്തു. അങ്ങനെ മുറിവേറ്റുള്ള ജഡായു വന്നു വീണത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. 70 അടിയാണ് ഈ ഒരു ശില്പത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ മുറിഞ്ഞ ചിറകിൻ്റെ സൈഡാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചുറ്റും നടന്ന് കാണുന്ന സമയത്താണ് ഇതിൻ്റെ ചിറകുള്ള സൈഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ടീ ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സംഭവങ്ങളും ചായയൊക്കെ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ ഇതുപോലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. വ്യൂ പോയിൻ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കൾച്ചറൽ ഇവൻ്റൊക്കെ നടക്കുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ചെറിയൊരു ഇവൻ്റ് നടത്താനുള്ളൊരു സ്റ്റേജ് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ജഡായു ശില്പത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ശ്രീരാമക്ഷേത്രം കൂടി ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ അയച്ചു വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. ശരിക്കും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഫുള്ള്. ഇതാണ് ശ്രീരാമക്ഷേത്രം. അപ്പോൾ നമ്മൾ അവിടെ പോയി ഒന്ന് തൊഴുത് അതിനൊരു പ്രദക്ഷിണം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ശ്രീരാമപാദം പതിഞ്ഞ സ്ഥലമാണ് കേട്ടോ. അതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ജഡായുപ്പാറയിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു നല്ലൊരു അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുന്നിൻ്റെ മുകളിൽ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാനും ഏട്ടനും ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ എപ്പോഴത്തെയും പോലെ നോർമൽ ഊണ് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ ചട്ടിച്ചോറായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റിക്ക് കഴിച്ചു നോക്കിയതാണ്. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരമായിട്ട് കുളിച്ച് നമ്മൾ വീണ്ടും ശാർക്കര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ബിഗ് ബൈറ്റ് കയറിയിട്ട് KFCയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.